Hi my dear students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. So we are on the 8th lecture of income tax, 8th problem of total income of individuals. So we are 81st lecture. We are almost on to the 80% of syllabus wind up. So we have assessment of HF complete. So, we will problem how will you compute the total income of individuals. So, let's look into the question. Our question is, for the assessment year 2020-21, the following particulars are furnished by Ms. Geeta Bhai, a resident Indian citizen. Net basic salary after deduction of tax at source 1,40,000, tax deducted at source 20,000. Then on contribution to PF 8,000, employer's contribution to PF 20,000, interest credited to Provident Fund at the rate of 6,000, travelling expenses self and husband for proceeding on leave 3,000, contribution by employer to approved gratuity fund 5,000, house rent allowance. House is at Kolkata, and rent paid 9,400, 7,000. Dividend from Indian company 18,000. Compute the total income of Ms. Geeta Bhai for the assessment year and tax payable by year, assuming that she paid professional tax 3,000 and made a donation of 20,000 to an approved family planning scheme of Government of India. So, this is our question in the So, ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ നമുക്ക് അവരുടെ ടാക്സ് ലയബിലിറ്റിയും ടോട്ടൽ ഇൻകവും കമ്പ്യൂട്ട് ചെയ്യണം, ടാക്സ് ലയബിലിറ്റിയും കമ്പ്യൂട്ട് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ടോട്ടൽ ഇൻകം. നമ്മൾ ഹെഡിങ് എഴുതി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ് ഗീതാ ഭായ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. ഹെഡിങ് എഴുതുന്നതിന് ശേഷം നമുക്കിവിടെ എത്ര ഹെഡ് ഓഫ് ഇൻകം ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിവിടെ മൊത്തം 2 ഹെഡ് ഓഫ് ഇൻകം ആണുള്ളത്. 9 പോയിന്റും ഇൻകം ഫ്രം സാലറിയിലും, 8 പോയിന്റ് ഇൻകം ഫ്രം സാലറിയിലും, 9ാമത്തെ പോയിന്റ് ഇൻകം ഫ്രം അതർ സോഴ്സിലുമാണ് വരുന്നത്. 8th പോയിന്റ് വരെ ഇൻകം ഫ്രം സാലറിയിലും, 9ാമത്തെ പോയിന്റ് ഇൻകം ഫ്രം അതർ സോഴ്സിലുമാണ് വരുന്നത്. ഓക്കെ, സോ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് എക്സെപ്റ്റഡ് ആയതുകൊണ്ട് നമ്മളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ആദ്യം നമ്മുടെ ഇൻകം ഫ്രം സാലറി ഹെഡിങ് എഴുതി, നമ്മുടെ ബേസിക് സാലറി 1,40,000, ടാക്സ് റെക്കോർഡ് സോഴ്സും കൂടെ കാണിക്കണം ഇവിടെ 20,000. ദെൻ ഓൺ കോൺട്രിബ്യൂഷൻ ടു PF, അവരുടെ ഓൺ കോൺട്രിബ്യൂഷൻ എവിടെ വരുന്നത്? അണ്ടർ സെക്ഷൻ 80C. അത് ഹൈഫൺ ഇട്ടിട്ട് അവിടെ എഴുതിക്കോ, അണ്ടർ സെക്ഷൻ ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80C. Then employers contribution to PF, നമ്മൾ നോക്കേണ്ടത് employers contribution in excess of 12% of employee salary. Employers contribution in excess of 12% of employee salary. Okay, അപ്പോൾ employers contribution 20,000 minus 12% of 1 lakh. ഇത് രണ്ടും ഇവിടെ ബേസിക് സാലറി, ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് DNS അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. ഇവിടെ നമുക്ക് ബേസിക് സാലറിയും പിന്നെ TDS കൂടെ ഉള്ളത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു. സോ എക്സസ് 800 rupees ഉണ്ടായത് കൊണ്ട് നമ്മളിവിടെ എഴുതി. ഈ എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നത്തിങ് ഇസ് ടാക്സബിൾ. അതായത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ എത്ര എക്സസ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, എംപ്ലോയിയുടെ സാലറിയുടെ എത്ര എക്സസ് ഉണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എക്സസ് മാത്രമേ ഉള്ളൂ ടാക്സബിൾ. ഇവിടെ ഒരു എക്സസ് ഉള്ളത് 800 rupees മാത്രമേ ഉള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഇൻ എക്സസ് ഓഫ് 8.5%. ഇവിടെ 8.5% തന്നെയാണ്. സോ അതുകൊണ്ട് അത് എടുക്കണ്ട. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് ഫോർ സെൽഫ് ആൻഡ് പ്രൊസീഡിംഗ് ഫോർ ലീവ് ഓൺ husband for proceeding on leave, of leave 3,000. അപ്പോൾ നോർമലി ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നത് സ്പെഷ്യൽ എക്സ്പെൻസിലാണ്. സ്പെഷ്യൽ എക്സ്പെൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസ്. ഇറ്റ് ഈസ് എക്സെംപ്റ്റഡ് അപ് ടു ദി എമൗണ്ട് സ്പെൻഡ്. It is exempted up to the amount spent. Out ഉണ്ടെങ്കിൽ ഇൻകം ഫ്രം സാലറിയിൽ എടുത്ത് നോക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ് ഇസ് exempted up to the amount spent. അപ്പോൾ ഇവിടെ എത്ര രൂപ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 3,000 തന്നിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തത് 2,000 ആണെങ്കിൽ 1,000 നമ്മൾ ഇവിടെ എഴുതിയേനെ. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വി ആർ അസ്യൂമിങ് ഫുൾ എമൗണ്ട് സ്പെൻഡ് അല്ലെങ്കിൽ ഹോൾ എമൗണ്ട് സ്പെൻഡ്. ആ മുഴുവൻ എമൗണ്ടും സ്പെൻഡ് ചെയ്തത് നമ്മൾ അസ്യൂം ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതാത്തത്. നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് നോട്ടായില്ല കാണിക്കാം.
Then contribution by employer to an approved gratuity fund. അത് നമുക്ക് ഇവിടെ വേണ്ട. House rent allowance. Yes, house rent allowance. ഹൗസ് അറ്റ് കൊൽക്കത്ത, ഞാൻ പറഞ്ഞു കൊൽക്കത്ത അണ്ടർലൈൻ ചെയ്യാൻ, എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് റെന്റ് പെയ്ഡ് 9,400. അപ്പോൾ ഹൗസ് റെന്റ് അലവൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലിവിംഗ് ഇൻ ഓൺ ഹൗസും ലിവിംഗ് ഇൻ റെന്റഡ് ഹൗസും. ഇഫ് ദി എംപ്ലോയി ഇസ് ലിവിംഗ് ഇൻ ഓൺ ഹൗസ് ആണെങ്കിൽ HRI ഇസ് ഫുള്ളി ടാക്സബിൾ. റെന്റഡ് ഹൗസ് ആണെങ്കിൽ, ഇവിടെ റെന്റഡ് ഹൗസ് ആണല്ലോ ബിക്കോസ് റെന്റ് തന്നിട്ടുണ്ട്. റെന്റഡ് ഹൗസ് ആണെങ്കിൽ ആക്ച്വൽ HRI റിസീവ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, 40 or 50% ഓഫ് സാലറി. മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ഇങ്ങനെ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെങ്കിൽ 50% ഓഫ് സാലറി ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മളിവിടെ 50% ഓഫ് സാലറി, ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് എൻഡേഴ്സ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. അപ്പോൾ ഇവിടെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഈ ബേസിക് സാലറിയും അതിൻ്റെ കൂടെ TDS കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി ഹൗസ് റെന്റ് ആക്ച്വൽ HRI റിസീവ് 7,000, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഫിഗർ വന്നാൽ നമ്മളൊരു ഹൈഫൺ ഇടും. ഇവിടെ ഈ എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നത്, നമ്മൾ ഒരിക്കലും മൈനസ് ഫിഗർ കാണിക്കത്തില്ല. നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ഹൈഫൺ ഇടും. സോ 50% ഓഫ് സാലറി, അതായത് 1,60,000 50%, 80,000 കിട്ടും. വിച്ച് എവർ ഇസ് ലെസ്, ഈ എമൗണ്ട് അല്ലേ ചെറുത്, അത് ആക്ച്വൽ HRIയിൽ നിന്നും മൈനസ് ചെയ്യുക. അത് ആക്ച്വൽ HRIയിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടും? 7,000 നമുക്ക് കിട്ടും. ആർ യു ക്ലിയർ? സോ അപ്പോൾ നമ്മളുടെ ഗ്രോസ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത്, ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 1,67,800. അപ്പോൾ നമുക്ക് ഇനി ബാലൻസ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. ദിസ് ഇസ് ആശ SP signing off from Bosco Campus Vision.